ഈ ഒരു ക്വസ്റ്റ്യൻ CGL ടാറ്റുവിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് 3 kg റൈസ്, 3 കിലോ റൈസിന്റെ പ്രൈസ് 150ആണ്. അപ്പോൾ ഓരോ കിലോയ്ക്കും 60 രൂപയാണെന്ന് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇനി പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് കോസ്റ്റ് ഓഫ് 8 kg റൈസ് ഈസ് ഈക്വൽ ടു 5 kg പൾസ്. അപ്പോൾ ഞാനിത് അവർ പറഞ്ഞ പോലെ തന്നെ എഴുതാൻ പോവാണ്. 8 കിലോ റൈസിന്റെ പ്രൈസ് ഞാൻ 6 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം: ഈക്വൽ ടു 5 kg പൾസിന്റെ പ്രൈസ് ഞാൻ ആയിട്ട് എടുത്തു. അപ്പോൾ റൈസിന്റെയും പൾസിന്റെയും പ്രൈസിന്റെ റേഷ്യോ 5:8 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇപ്പൊ റൈസും പൾസും മാത്രമല്ല വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുക: റൈസ് പൾസ് 5, അതുപോലെ തന്നെ 8. ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് 15 kg പൾസസ് ഈസ് ഈക്വൽ ടു 2 kg ടി. 15 kg പൾസസിന്റെ വില എന്ന് പറയുന്നത് 2 kg ടിക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് P/T എന്ന് പറയുന്നത് 2/15. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം പൾസസിന് 8 രൂപയാണ്. അപ്പം ഞാൻ ഈ റേഷ്യോയിൽ പൾസസ് 8 പോയി കഴിഞ്ഞാൽ എനിക്ക് 4 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ 8, ഇവിടെ 60 വരും. അപ്പോൾ ടീൻ്റെ വാല്യൂ 60 എന്ന് പറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് 3 kg ടി ഈസ് ഈക്വൽ ടു 6 kg വാൾനട്ട്. കോസ്റ്റ് ഓഫ് 3 kg ടി ഈസ് ഈക്വൽ ടു 6 kg വാൾനട്ട്. അപ്പോൾ ടീൻ്റെയും വാൾനട്ടിൻ്റെയും പ്രൈസിൻ്റെ റേഷ്യോ 2:1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ടീക്ക് 60 ആണെങ്കിൽ വാൾനട്ടിന് 30 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത കോസ്റ്റ് ഓഫ് 10 kg വാൾനട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റൈസിൻ്റെ പ്രൈസ് 5 ആണെന്നറിയാം, അല്ലെങ്കിൽ 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് 60 വന്നിട്ടുണ്ട്, ഇൻറ്റു 12 ആണ്. അപ്പോൾ വാൾനട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 12 360 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ഇത് 1 kg വാൾനട്ടിൻ്റെ പ്രൈസാണ്, നമുക്ക് വേണ്ട 10 kg ആണ്. ഇൻറ്റു 10 3600. ഇതായിരിക്കും ഫൈനൽ ആൻസർ.